Good morning, students. The last class we discussed a type of equation which is called as quadratic equation. So, quadratic equations is an important topic. Hope you understood it. Any doubts clear. So, quadratic equation solve that's a sure question. Any quadratic equation solve last class we quadratic equation equation direct apply because the equation will be in the form of ax square plus bx plus c is equal to 0. ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ സിയുടെ വാല്യൂ ഈക്വൽ ടു അപ്പുറത്തോട്ടോ അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഫോമിലേക്ക് എത്തിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? To find the value of x, the formula is x equal to minus b plus or minus root b square minus 4ac divided by 2a. But this equation ആവശ്യമുള്ള aയും bയും cയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് നമുക്ക് കയ്യിലുള്ള പ്രോബ്ലത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഇനി നമ്മൾ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു മെത്തേഡ് ആണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് in order to find the solutions of equations which can be changed to quadratic form. That means the given question will not be in the quadratic form. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എവിടേക്കോ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു കറക്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രീതിയിലാവില്ല ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഒരു ഫോർമാറ്റിൽ ആവില്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അപ്പം ആ വേരിയേഷൻ മാറ്റിയിട്ട് ആദ്യം അതിൽ എന്താക്കി മാറ്റണം? തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റണം. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റിയാൽ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം. നമ്മൾ കുറെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവും. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തിട്ട് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. See this problem, solve x raised to 4 minus 10x square plus 9 is equal to 0. അപ്പോൾ quadratic equationൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് x സ്ക്വയറിന്റെ ഒരു ടേം വേണം, x ന്റെ ഒരു ടേം വേണം, ഒരു കോൺസ്റ്റന്റ് ടേമും വേണം. പക്ഷേ ഇവിടെ എന്താ ഉള്ളത്? x raised to 4 ന്റെ ഒരു ടേം, x സ്ക്വയറിന്റെ ഒരു ടേം, ഒരു കോൺസ്റ്റന്റ് ടേം. ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? നമുക്ക് x സ്ക്വയറിന് പകരം ഇവിടെ എന്താണ്? x raised to 4 ആണ്, x ന് പകരം എന്താണ്? x സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാത്തമാറ്റിക്സിൽ ഒരു ചെറിയ മെത്തേഡാണ്, ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് എന്ത് വരും? This equation can be changed to quadratic equation. അപ്പൊ എന്തായിരിക്കും ആ സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താണ് നമുക്ക് മാറ്റേണ്ടത് എന്ന് ആദ്യം ചിന്തിക്കാം. ദാറ്റ് ഈസ് ഇവിടെയുള്ള എക്സ് സ്ക്വയർ മാറിയിട്ട് എന്താവണം? എക്സ് ആവണം അല്ലെ? അതുപോലെ എക്സ് റേസ്ഡ് 4 മാറ്റിയിട്ട് എന്താവണം? എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഇവിടെ ഒരു റേഷ്യോ ആയിരിക്കും. എക്സ് റേസ്ഡ് 4 ആണെങ്കിൽ അതിന്റെ ഹാഫ് അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തരുള്ളൂ. അപ്പം ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനെ ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് മാറ്റാം. അപ്പം ഇനി കേസസ് ഒന്ന് നോക്കൂ. ഇവിടെ എക്സ് സ്ക്വയറിന് പകരം ലെറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇപ്പൊ ഞാൻ എക്സ് തന്നെ കൊടുക്കുന്നില്ല, ഇവിടെ എക്സ് ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? ലെറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ. സിംപ്ലി എക്സ് സ്ക്വയറിന് എന്ത് കൊടുത്തു? വൈ എന്ന് കൊടുത്തു. ഈ ഭാഗം ക്ലിയർ ആയോ? എക്സിലോ വൈയിലോ ഉള്ള ഒരു കോൺസ്റ്റന്റ് ടേം അല്ലേ നമുക്ക് വേണ്ടി? അപ്പൊ 10 വൈ എന്നാവും. അപ്പൊ ഒരു ടേം ശരിയായി. അപ്പം എക്സ് സ്ക്വയർ വൈ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സ് റേസ്ഡ് 4 എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ വൈ ആണെന്നുണ്ടെങ്കിൽ എക്സ് റേസ്ഡ് 4 വിൽ ബി ഈക്വൽ ടു വൈ സ്ക്വയർ അല്ലെ? ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സ് റേസ്ഡ് 4 എന്തായി മാറി? വൈ സ്ക്വയറും എക്സ് സ്ക്വയർ വൈ ആയിട്ട് മാറി. സോ ദാറ്റ് ഹിയർ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് y instead of x square. പക്ഷെ നമുക്ക് വേണ്ടത് x തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആൻസർ കിട്ടിയിട്ട് തിരിച്ചൊന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അത് നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. എക്സ് റേസ്ഡ് 4 ന് പകരം എന്തായിട്ട് വരും? y സ്ക്വയർ മൈനസ് 10x സ്ക്വയർ. ദാറ്റ് മീൻസ് 10y plus 9 equal to 0. So this equation is in the form of quadratic equation. ഇനി നമ്മൾ ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൊക്കെ തൽക്കാലം അവിടെ മറക്കുക. ഇതിനെ അങ്ങ് സോൾവ് ചെയ്യാം. ഇതിനെ സോൾവ് ചെയ്യാൻ എങ്ങനെയാണ്? ഈസി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെ എങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം.
Okay, so before I'm going to solve this, നമുക്ക് എന്തൊക്കെയാണ് coefficients, values എന്നുള്ളതൊന്ന് എടുത്തു വെക്കാം. ഇവിടെ what is a? Here a is equal to 1, b is equal to -10 and c is equal to 9. So that value of y is equal to, ഞാൻ equation ഒന്നും കൂടി എഴുതുന്നില്ല ട്ടോ, നിങ്ങൾ നോക്കുക, -b, that means minus of -10, b plus or minus root b square. b square എന്ന് പറഞ്ഞാൽ എന്താ? -10 the whole square. b square minus 4 into a into c. 4 into 1 into 9 the whole divided by 2 into a, that is 2 into 1. So this is pure numbers ആണ്, നമുക്ക് ഈസി ആണ് സോൾവ് ചെയ്യാൻ. ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ ട്ടോ. That is 10 plus or minus root 10 the whole square എന്ന് പറഞ്ഞാൽ എന്താ? 100 minus 4 into 9 36. 100 minus 36 equal to 64. root 64 എന്ത് തന്നെയാണ്? 8 ആണ് ട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇതിനെ മൊത്തത്തിൽ നമുക്ക് 8 എന്ന് കിട്ടി, divided by 2. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതണ്ടേ? 10 plus 8 by 2 and 10 minus 8 by 2. What is 10 plus 8 by 2? 10 plus 8, 18. 18 by 2 is equal to 9. 10 minus 8 is equal to 2. 2 by 2 is equal to 1. So that the value of y is equal to 9 and 1. Complete step എഴുതിയിട്ടില്ല ട്ടോ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഈസിയാണ്. ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഫോർമുലയിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വലിയ പ്രയാസമില്ല. അപ്പം we have got the value of y is equal to 9 and 1. But is this value is to be found? നമുക്ക് y ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x ആണ് കണ്ടുപിടിക്കേണ്ടത്. y എന്നുള്ളത് നമുക്ക് x കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് എന്ത് കൊടുത്തതാണ്? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ്. Okay. So okay students, we have got the value of y is equal to 9 and 1. പക്ഷെ നമുക്ക് y അല്ല കണ്ടെത്തേണ്ടത്, എന്താണ്? x ആണ് കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പം x സ്ക്വയർ ആണ് എന്ത്? y എങ്കിൽ what will be the value of x? x എന്തായിരിക്കും? സ്ക്വയർ അപ്പുറത്തോട്ടാവുമ്പോൾ എന്താവും? It is root. അപ്പം വാല്യൂ ഓഫ് x is equal to root y ആയിരിക്കും. കാരണം എന്താ? നമ്മൾ കൊടുത്തത് x square equal to y എന്നാണ്. Therefore x ആണ് കണ്ടെത്തേണ്ടത്. So that x is equal to root y. ഇനി നമുക്ക് y ക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, 1 ഉം 9 ഉം. നമ്മൾ ആദ്യം ഓരോന്ന് എടുക്കുക. So that first when y is equal to 1 എടുത്തു, ഞാൻ ആദ്യം y യുടെ വാല്യൂ 1 ആണെങ്കിൽ x എന്താ? x equal to root y അല്ലേ? That is root 1, that is equal to 1 itself. Now when y equal to 9, the value of x is equal to root 9, which is equal to 3. That means the value of x is equal to 1 and the value of x is equal to 3. അപ്പോൾ ഇതുവരെ ചെയ്തിട്ട് 9 1 ചെയ്തിട്ട് നമ്മൾ നിർത്താൻ പാടില്ല, ബിക്കോസ് നമുക്ക് വേണ്ടത് y അല്ല, പകരം എന്താണ്? x ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ x ന് എന്താണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതെന്ന് തിരിച്ച് ചിന്തിക്കുക. അപ്പോൾ x സ്ക്വയർ y ആണെന്നുണ്ടെങ്കിൽ x ഈക്വൽ ടു റൂട്ട് y. അപ്പം അങ്ങനെ ഓരോന്നും y 1 ആവുമ്പോൾ എന്താണ് x, y 9 ആവുമ്പോൾ എന്താണ് x എന്ന് ചിന്തിക്കുക. അങ്ങനെ നമുക്ക് എന്ത് വാല്യൂ കിട്ടി? x is equal to 1 and 3. So this is how we solve an equation which is not in the form of quadratic equation. അപ്പം അങ്ങനത്തെ ഇക്വേഷൻസ് നമുക്ക് ഒറ്റ ക്ലിക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എന്ത് ചെയ്യാം? അത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആയിരിക്കും എന്തായാലും തന്നിട്ടുണ്ടാവുക, എങ്കിലല്ലേ നമുക്ക് മാറ്റാൻ പറ്റൂ. അങ്ങനെ മാറ്റിയിട്ട് സോൾവ് ചെയ്യുക, റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് ദ വാല്യൂസ് ഓഫ് എക്സ്. ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്, പക്ഷെ നമ്മൾ കറക്റ്റ് മാത്തമാറ്റിക്സിന്റെ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ്. സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് കേട്ടോ, അപ്പൊ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പ്ലസ് ഓർ മൈനസ് 1 എന്നും പ്ലസ് ഓർ മൈനസ് 3 എന്നും കൊടുക്കാം. ബിക്കോസ് ഇത് സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് പ്ലസിന്റെ വാല്യൂ 1 തന്നെയാണ്, മൈനസിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? സ്ക്വയർ റൂട്ടിന്റെ വാല്യൂ സെയിം തന്നെയാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് മാറ്റിയിട്ട് +1 -1 +3 -3 ഒന്ന് അങ്ങനെ എഴുതാം കേട്ടോ. അപ്പൊ കറക്റ്റ് നോക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ആൻസർ ഈക്വൽ ടു +1 മാത്രം എഴുതാൻ പറ്റില്ല, പ്ലസ് ഓർ മൈനസ് 1 ആണ്. ഇവിടെയും പ്ലസ് ഓർ മൈനസ് 3 ആണ്. സോ ദാറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു +1 -1
+3 -3 അല്ലെങ്കിൽ +or-1 +or-3 എന്നും മാറ്റി എഴുതാം. അപ്പൊ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഈ ഒരു ഫോർമാറ്റിൽ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. സോ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, സോൾവ് x raised to 10 minus 33 x raised to 5 plus 32 equal to 0. അപ്പം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക, ഇവിടെ കൊടുത്തതിന്റെ ഡബിൾ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എക്സ് റേസ് ടു 4. ഇവിടെ എക്സ് റേസ് ടു 5 ആയതുകൊണ്ട് എക്സ് റേസ് ടു 10 ആയിരുന്നല്ലോ. അപ്പൊ അത് എത്ര ആയാലും പ്രശ്നമില്ല, ഇവിടുത്തെ ഡബിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം എക്സിന്റെ ഡബിൾ ആണ് എന്ത്, എക്സ് സ്ക്വയർ. അപ്പൊ ആ പാറ്റേണിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ ആദ്യം ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം. ജസ്റ്റ് ഗിവ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ലെറ്റ് x raised to 5 is equal to y. നമ്മൾ നേരത്തെ കൊടുത്ത അതേ പാറ്റേൺ തന്നെ കൊടുക്കുക. എന്താണ് ഇവിടെ ഉള്ളത് അതിന് എന്തായിട്ട് കൊടുത്തു, y ആയിട്ട് കൊടുത്തു. So then automatically x raised to 10 will be equal to y square. x raised to 5 y ആണെന്നുണ്ടെങ്കിൽ x raised to 10 y square അല്ലേ. അതായത് y 5 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, ഡബിൾ തന്നെയാണ് അല്ലെ. അപ്പം x raised to 10. ഇനി ഇതിനൊന്ന് മാറ്റി എഴുതിയേ. x raised to 10 എന്ന് പറയുമ്പോൾ y square minus 33y plus 32 is equal to 0. So this is the quadratic equation of the form x square plus bx plus c is equal to 0. Now we are going to solve this quadratic equation. അതിനു മുന്നേ എന്താണ് a is equal to 1, b is equal to minus 33, c is equal to 32. So that y is equal to minus b plus or minus root b square minus 4 into a into c. 4ac divided by 2 into a. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോബ്ലം. ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് 33 plus or minus 33 the whole square is equal to 1089 minus 4 into 32 is equal to, I think it's 128 divided by 2. അപ്പോൾ നമുക്ക് കിട്ടി 33 plus or minus root 1089 minus 128 is equal to 961 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 31ന്റെ സ്ക്വയർ റൂട്ട് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 33 plus 31 divided by 2 യും 33 minus 31 divided by 2 യും 33 plus 31 എത്ര കിട്ടും, 64. 64 by 2 is equal to 64 by 2 is equal to 32. 33 minus 31 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 by 2 is equal to 1. അപ്പോൾ നമുക്ക് രണ്ട് ആൻസേഴ്സ് കിട്ടി. y is equal to 32 യും y is equal to 1 ഉം. ഇനി y 32 ആവുമ്പോൾ എന്താവും x, y 1 ആവുമ്പോൾ എന്താവും x എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് y യുടെ വാല്യൂ 32 1 ആണ് കിട്ടിയത്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം x raised to 5 equal to y ആണെന്നുണ്ടെങ്കിൽ x equal to എന്തായിരിക്കും, x square equal to y ആണെന്നുണ്ടെങ്കിൽ x equal to root y. അപ്പം അത് സ്ക്വയർ റൂട്ട് y ആണ് നമ്മൾ നോർമലി റൂട്ട് y എന്ന് എഴുതാറുള്ളത്. അപ്പം x raised to 5 equal to y ആണെന്നുണ്ടെങ്കിൽ ഈ 5നെ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ആക്ച്വലി അത് ഇങ്ങനെയാണ് വരിക കേട്ടോ, 5th റൂട്ട് y എന്നുള്ളത്. അപ്പൊ 5th റൂട്ട് y കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് 5th റൂട്ട് എന്നുള്ള ഒരു ഓപ്ഷന്, ഐ മീൻ എക്സ് റൂട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സിന് പകരം 5 കൊടുത്താൽ നിങ്ങൾക്ക് 5th റൂട്ട് ഓഫ് എനി നമ്പർ കിട്ടും. ഇനിയിപ്പൊ അങ്ങനെ കിട്ടാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതോ ഒരു നമ്പറിനെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഇപ്പത്തെ നമ്പർ കിട്ടുക. അപ്പൊ അങ്ങനെയും നോക്കാം കേട്ടോ. നമുക്കിനി ഒന്ന് ചെയ്ത് നോക്കാം. എക്സിന്റെ വൈയുടെ വാല്യൂ 32 യും 1 ആണ്. അപ്പം ഫസ്റ്റ് വെൻ y is equal to 32, x equal to എന്താവുന്നാണ് നോക്കണ്ടേ. y 32 ആവുമ്പോൾ x equal to 5th root of 32. ഇപ്പൊ 5th root of 32 ഡയറക്റ്റ് നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊരു നമ്പറിനെ റേസ് ടു 5 ചെയ്താൽ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 32 കിട്ടണം. അപ്പം ആക്ച്വലി 5th root of 32 is equal to 2 ആണ് കേട്ടോ. 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2
എന്ത് വന്നു 32. അപ്പൊ അങ്ങനെയാണ് എന്ത് വരുന്നത് 2 എന്ന് വരുന്നത്. അപ്പം എക്സിന്റെ വാല്യൂ എന്താണ് 2 ആണ്. Now when y is equal to 1, x is equal to 5th root of 1. 1 പിന്നെ നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് റൂട്ട് കണ്ടാൽ നമുക്ക് എന്റെ ആൻസർ എന്ത് തന്നെയാണ് 1 തന്നെയാണ്. That it's equal to 1. So we have got the value of x is equal to 1 and x is equal to 2. അപ്പോൾ y വരെ കണ്ടിട്ട് നിർത്തരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ഇൻകംപ്ലീറ്റ് ആണ് ആൻസർ. കാരണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കാണാന്നുള്ളതാണ് നമ്മുടെ ആക്ച്വൽ പ്രോബ്ലം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി എക്സിന്റെ വാല്യൂ 1 അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ എല്ലാം തരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ്ലി അതിനെ എന്താക്കിയിട്ട് മാറ്റാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് നമ്മൾ പറയുന്ന പോലെ നേരത്തെ പോലെ സോൾവ് ചെയ്തിട്ട് ഒന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടു. അപ്പൊ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. അപ്പം എപ്പോഴും മാത്സ് ആണ് ചെയ്ത് പഠിക്കാൻ പെട്ടെന്ന് എല്ലാം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നാം. പക്ഷെ ചെയ്യുമ്പം ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സോ ദാറ്റ് എല്ലാവരും എന്ത് ചെയ്യുക റഫ് ബുക്കിൽ ഐ മീൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക ചെയ്തിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ ഈസി ആവും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിൽ ബി ഡിസ്കസിംഗ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.